ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, ഒരു വ്ളോഗാണ്. ഇന്ന് ഫ്രൈഡേ. സോ ഇന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റുമായിട്ടൊരു കൊളാബ് ചെയ്യുകയാണ്. ഒരു ചെറിയൊരു ബ്രൈഡൽ മേക്ക് ഓവർ, അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടും തൃശ്ശൂർ വെച്ച് തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗായിട്ട് ചെയ്യാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് കൊളാബായിട്ട്. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും തോന്നി. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അതിൻ്റെ റിസൾട്ടും. സോ ഞാൻ മാക്സിമം ബൈറ്റ്സ് എടുത്ത് വയ്ക്കാൻ നോക്കാം. സോ ഞാൻ ഇറങ്ങാൻ പോവാണ്. ബാക്കി നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ മേക്ക് ഓവർ ചെയ്യുന്നത് രഹനയാണ്. രഹനക്ക് ഇൻസ്റ്റഗ്രാമിലൊരു പേജ് ഉണ്ട്, സ്റ്റൈൽ ബൈ രഹന പറഞ്ഞിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ രഹനയുടെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ എനിക്കും അറിയില്ല, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ബാക്കി ആളുടെ ഐഡിയാസൊക്കെയാണ്. സോ ലെറ്റ്സ് സീ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൊക്കേഷനിലേക്ക്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു ഹോം സ്റ്റേ വെച്ചിട്ടാണ്. അവിടെ നിന്ന് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഒരു 3 മണി ആ ഒരു ടൈം ആകുമ്പം ഇവിടെ തൃശ്ശൂർ ഷൂട്ടിംഗ് വില്ലേജ് എന്ന് പറഞ്ഞൊരു ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. മെയിനായിട്ട് ഈ വെഡ്ഡിങ് ഷൂട്ട് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അത് അപ്പം മേക്കപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും ഷൂട്ട് ചെയ്യാൻ. പൊപ്പോ എന്നെ കൊണ്ടുവിടാൻ വന്നതാ. പൊപ്പോ ഇങ്ങോട്ട് നോക്ക്. എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷൻ സാരി, നമ്മുടെ റിസപ്ഷൻ സാരിയാണ് ഈ യെല്ലോ കളർ. അത് കൂടാതെ ഒരു സാരി കൂടെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ജ്വല്ലറീസൊക്കെ രഹന തന്നെയായിരുന്നു കൊണ്ടുവന്നത്. ഇതിന് ആപ്റ്റായിട്ടുള്ള ഞാൻ ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു സാരിയുടെ ഒക്കെ. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള നെറ്റിച്ചുട്ടി, ഇയറിങ്സ്, പിന്നെ ചെയിൻ, ബാങ്കിൾ, ഇതൊക്കെ രഹന എന്നെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ വെഡ്ഡിങ്ങിന് ഇതിൻ്റെ കൂടെ റെഡായിരുന്നു കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത്. ഇത് ഗ്രീനാണ്. നമ്മൾ ലെങ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രേ കളർ ലെങ്സ് ആയിരുന്നു ഇട്ടത്. എൻ്റെ സെക്കൻഡ് ടൈമാണ് ലെങ്സ് യൂസ് ചെയ്യുന്നത്. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി, ബട്ട് ദെൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കളർ അധികം ഗ്രേ ആയുമില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ഡിഫറൻസ് തോന്നുകയും ചെയ്തു. കുറച്ച് കൂടുതൽ നേരം ഞാൻ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ട് ആകെ വിഷമിച്ചിരുന്നു. പക്ഷേ എനിക്കിഷ്ടമായി, ലെങ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു. രഹനയായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അടുത്ത ഹെയറിലോട്ടാണ് പോയത്. അപ്പോൾ രഹന എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്താ ഹെയർ സ്റ്റൈൽ വേണ്ട. എനിക്ക് എൻ്റെ റിസപ്ഷൻ്റെ ഹെയർ സ്റ്റൈലിനെക്കാളും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. റിസപ്ഷൻ ഞാൻ ഈ നെറ്റിച്ചുട്ടി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിന് അത് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ആൾ നമ്മുടെ സാരി ഡ്രേപ്പ് ചെയ്യുന്ന രമ്യയാണ്. രമ്യക്കും ഇൻസ്റ്റഗ്രാമിലൊരു പേജ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ആൾ സാരി ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈലിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ ഫൈനലൈസ് ചെയ്തു. ആൻഡ് അത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം മേക്കപ്പിലോട്ട് കടന്നു. മേക്കപ്പിൽ ഒബ്വിയസ്ലി നമ്മൾ ഐ മേക്കപ്പ് ആണല്ലോ ആദ്യം ചെയ്യുക. എനിക്ക് മേക്കപ്പിനെ പറ്റി വലിയൊരു ധാരണയില്ല, ബട്ട് എനിക്കറിയാം ഐ മേക്കപ്പാണ് യൂഷ്വലി ഫസ്റ്റ് ചെയ്യുക, എന്നിട്ടാണ് ബാക്കി ഫേസിലൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ ഐബ്രോസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നല്ല തിക്കായിട്ടുള്ള ഐബ്രോസാണ്. അപ്പോൾ എനിക്ക് ഐബ്രോസ് എപ്പോൾ ചെയ്യുമ്പോഴും എനിക്ക് പേടിയാണ്. ബിക്കോസ് ഇതിലും തിക്കാക്കി ഭയങ്കര കട്ടിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബോറായിരിക്കും എന്നെ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഐബ്രോസ് അധികം തിക്ക് വേണ്ടാന്ന് തോന്നുന്നു ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു. പക്ഷേ രഹന ഞാൻ പ്രതീക്ഷിച്ചതിന് വളരെ ലൈറ്റായിട്ടാണ് എൻ്റെ ഐബ്രോസും ഐസും ചെയ്തിരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ ഐ ലാഷസ് വെക്കുമ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ. അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം കാണിച്ചില്ലെങ്കിലും ഓൾമോസ്റ്റ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് അടിപൊളിയായി വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എൻ്റെ റിസപ്ഷന് ഞാൻ കുറേ കാലം പ്ലാൻ ചെയ്തതും ഇത് ഒരു 1 വീക്ക് പോലും നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ചെയ്തതിലും എനിക്ക് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്കാണ് ഇഷ്ടപ്പെട്ടത്. മേ ബി അതിൽ എൻ്റെ റിസപ്ഷന് ഞാൻ ചെയ്തപ്പോൾ എല്ലാം എൻ്റെ സ്വന്തമായിട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഈ കേസിലെന്ന് വെച്ചാൽ രഹനയുടെ സജഷൻസ്, ഇപ്പോൾ ജ്വല്ലറി ആണെങ്കിൽ രഹനയായിരുന്നു പറഞ്ഞത് ഈ ഗ്രീൻ ഇതിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ ഇത് നല്ല ഒരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയത് തൃശ്ശൂരിലെ ഷൂട്ടിംഗ് വില്ലേജിലാണ്. ഫോട്ടോഗ്രാഫി ചെയ്തത് സുനിൽ ചേട്ടനാണ്. സുനിൽ ഡാർക്ക് ബ്ലൂ വെഡ്ഡിങ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു പേജുണ്ട്. എല്ലാ ഇൻസ്റ്റഗ്രാം പേജും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. അധികം ആൾക്കാരുടെ കൂടെ അധികം ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ
എനിക്ക് വർക്ക് ചെയ്തതിൽ വെച്ചിട്ട് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി. ലൈക്ക് മെയിനായിട്ട് എന്താ, നമ്മുടെ സജഷൻസ് അവരും ആക്സെപ്റ്റ് ചെയ്യണം, അവർ പറയുന്നത് നമ്മൾ തിരിച്ചും ആക്സെപ്റ്റ് ചെയ്യണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഒരു ടൈം ലിമിറ്റ്. രഹന പെട്ടെന്നായിരുന്നു മേക്കപ്പ് ചെയ്തത്. നമ്മൾ ഉദ്ദേശിച്ച ടൈം നമുക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ കിട്ടിയുള്ളൂ. ബട്ട് ഈ മേക്കപ്പിലാണെങ്കിൽ ഒരു കുറവും വരുത്താതെ ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമ്മൾ ആ കംപ്ലീറ്റ് ചെയ്ത് തീർത്തു. പിന്നെ ഫോട്ടോഗ്രാഫി നമുക്ക് കുറച്ച് കൂടുതൽ വീഡിയോസും ഫോട്ടോസും ആവശ്യമുണ്ടായിരുന്നു. അപ്പം അത് ഇച്ചിരി ലെങ്തി ടൈം എടുത്ത് തന്നെ നമ്മൾ ചെയ്തു. ഡ്രേപ്പിങ്ങിനെ പറ്റി പറയുമ്പം രമ്യ അടിപൊളിയായിട്ട് ഡ്രേപ്പ് ചെയ്തു കേട്ടോ. മെയിനായിട്ട് എന്താ വെച്ചാൽ സാരി എടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ബൾക്കി ആയിട്ട് തോന്നും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് സാരി ഉടുപ്പിച്ചാൽ മാത്രമേ അത് നമ്മുടെ ബോഡി ഹഗ് ചെയ്ത് നല്ല ആ ഒരു ഷേപ്പിലും സാരിയുടെ ആ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ രമ്യ അതാണ് മെയിൻ സാരി ഉടുപ്പിക്കുന്നതിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ രമ്യ അത് കറക്റ്റായിട്ട് തന്നെ ഡ്രേപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര വൃത്തികേടായിട്ട് ഡ്രേപ്പ് ചെയ്യുന്നതും നല്ല രീതിക്ക് ഡ്രേപ്പ് ചെയ്യുന്നതും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഞാൻ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ എനിക്കത് ശരിക്കും മനസ്സിലാവാറുണ്ട്. ബിക്കോസ് ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ ഭയങ്കര ബൾക്കി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് ഫിറ്റായി നല്ല രീതിയിലാണ് ഉടുപ്പിച്ചത്. കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മൊത്തം അതാണ്, പല രീതിയിലുള്ള പോസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഷൂട്ടിംഗ് വില്ലേജും നല്ല ഭംഗിയാണ്. ഇവിടെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കിട്ടും, അതെല്ലാം കുറേ കളർ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. എന്നെ ഇങ്ങനെ ആക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഹന ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. രഹന തൃശ്ശൂർക്കാരിയാണ്. തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ് സ്ഥലം. ഒരു 2 years ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രീലാൻസ് ആയിട്ട് മേക്കപ്പ് മെയിനായിട്ട് ബ്രൈഡൽ മേക്കപ്പാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ രഹനേനെ വിളിച്ചാൽ മതി. പിന്നെ എൻ്റെ സാരി ഡ്രേപ്പസ്റ്റ് രമ്യ തൃശ്ശൂരാണ്. അതെ, ഓക്കെ. രമ്യയും ഡ്രേപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് പറയാം, വെഡ്ഡിങ് സാരി ഡ്രേപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടാളുമാണ് ഇന്ന് എന്നെ ഈ കോലത്തിലാക്കിയത്. ഈ ഷൂട്ടിന്റെ ഫോട്ടോഗ്രാഫർ സുനിൽ ഡാർക്ക് ബ്ലൂ ഫോട്ടോഗ്രാഫി അല്ലേ ഇൻസ്റ്റഗ്രാമില്, ക്യാമറയുടെ പിന്നിലാണ് ആള്, ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല. എന്നാൽ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആളുടെ ഇൻസ്റ്റഗ്രാം പേജ് കൂടെ ഞാൻ മെൻഷൻ ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.